BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തിരച്ചിലിൽ 9 ദിവസം പിന്നിടുമ്പോഴും മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനാകാത്തത് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നിരയിൽ നിന്നും മറ്റും വലിയ വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വരുന്നത്. എന്നാൽ സംസ്ഥാന ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള വിപുലമായ തിരച്ചിലാണ് കേന്ദ്ര സർക്കാരിന്റെ കൂടെ സഹായത്തോടെ നടക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ അവകാശപ്പെടുന്നത്. 2 ടോണിയർ വിമാനങ്ങൾ, ഹെലികോപ്റ്റർ, കോസ്റ്റൽ ഗാർഡ് കപ്പൽ, നേവി ബോട്ട് എന്നിവയ്ക്ക് പുറമെ സ്കൂബ ഡൈവിംഗ് സംവിധാനങ്ങളും ഉപയോഗിച്ച് തമിഴ്നാട്ടിലെ കുളച്ചാൽ വരെ പരിശോധന നടത്തിയതായി VD സതീശൻ അവകാശപ്പെട്ടു. കൂടാതെ പ്രതിപക്ഷ വിമർശനത്തിന് മറുപടിയും മുഖ്യമന്ത്രി നൽകി. ആദ്യമായല്ല മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതെ പോകുന്നത്. 148 പേരാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കടലിൽ കാണാതായത്. ഇത്തവണ 3 പേരെ കാണാതായി. പരമാവധി ശ്രമിക്കുകയാണ് സർക്കാർ. ഒരു ഗവൺമെന്റും ഇത്രയും വലിയ പരിശോധന നടത്തിയിട്ടില്ല. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തിരച്ചിൽ നടത്തും. മറ്റൊരു സംസ്ഥാനത്തും ഇത്തരം സംവിധാനമില്ല എന്നും അവരുടെ കുടുംബത്തോടൊപ്പമാണ് സർക്കാർ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ തിരച്ചിലിൽ ഒരുവിധ ഏകോപനവുമില്ലെന്നും തങ്ങളെ അർഹമായ രീതിയിൽ പരിഗണിക്കുന്നില്ലെന്നുമാണ് കാണാതായവരുടെ കുടുംബങ്ങൾ ആരോപിക്കുന്നത്. നേവി തിരച്ചിലിന്റെ ഭാഗമായ വിവരം പോലും കോസ്റ്റൽ പോലീസ് അറിഞ്ഞില്ലെന്ന് കാണാതായ ഗൗതം കൃഷ്ണയുടെ അമ്മ രേഷ്മ പറഞ്ഞിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടുകൊണ്ടാണ് നേവി തിരച്ചിലിനായി എത്തിയതെന്നും ലഭ്യമായ സംവിധാനങ്ങൾ പോലും സർക്കാർ കൃത്യമായി ഉപയോഗിക്കുന്നില്ലെന്നും ജോണിന്റെ മകൾ ജിജിയും രേഷ്മയും ശക്തമായി തുറന്നടിച്ചു. അതേസമയം ഈ ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി മുഖം തിരിക്കുകയായിരുന്നു ചെയ്തത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.